ഇന്ത്യൻ പൗരന്മാരെ അമേരിക്ക നാടുകടത്തിയ സംഭവം. കയ്യിൽ വിലങ്ങും കാലിൽ ചങ്ങലയും ശുചിമുറിയിലേക്ക് വലിച്ചിഴച്ചുവെന്ന് വെളിപ്പെടുത്തൽ. അനധികൃത കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരെ അമേരിക്ക തിരികെ നാട്ടിലെത്തിച്ചത് ക്രൂരമായ രീതിയിലെന്ന് വെളിപ്പെടുത്തൽ. 40 മണിക്കൂറിലധികമുണ്ടായ സൈനിക വിമാനത്തിലെ യാത്രയിൽ കൈകാലുകൾ വിലങ്ങണിയിച്ചതിനാൽ തന്നെ ഭക്ഷണം പോലും നല്ല രീതിയിൽ കഴിക്കാൻ സാധിച്ചില്ലെന്ന് തിരികെ വന്നവർ ആരോപിക്കുന്നു. 40 മണിക്കൂറോളം ഞങ്ങളുടെ കൈകളിൽ വിലങ്ങണിയിച്ചു, കാലുകൾ ചങ്ങല ഉപയോഗിച്ച് കെട്ടിയിട്ടു, സീറ്റിൽ നിന്ന് 1 ഇഞ്ച് അനങ്ങാൻ അനുവദിച്ചില്ല. ആവർത്തിച്ചുള്ള അഭ്യർത്ഥനകൾക്കൊടുവിൽ ശുചിമുറിയിലേക്ക് വലിച്ചു കൊണ്ടുപോയി. ശുചിമുറിയുടെ വാതിൽ തുറന്ന് ഞങ്ങളെ അതിൽ തള്ളിവിടുകയാണ് ചെയ്തതെന്നും അവർ പറഞ്ഞു. കയ്യിൽ വിലങ്ങും കാലിൽ ചങ്ങലയും ഇട്ടാണ് തങ്ങളെ അമേരിക്ക നാടുകടത്തിയതെന്ന് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തിയ പഞ്ചാബിലെ ഗുരുദാസ്പൂരിൽ നിന്നുള്ള 36-കാരനായ ജസ്പാൽ സിംഗ് പറഞ്ഞു. അമൃത്സർ വിമാനത്താവളത്തിലെത്തിയ ശേഷമാണ് ഇത് അഴിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. വളരെ മോശമായിരുന്നു സൈനിക വിമാനത്തിലെ യാത്രയെന്നും അദ്ദേഹം 40 മണിക്കൂറോളം നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാൻ സാധിച്ചില്ലെന്നും പറഞ്ഞു. കൈവിലങ്ങ് ഇട്ടുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാൻ അവർ നിർബന്ധിച്ചു. കുറച്ചു നേരത്തേക്കെങ്കിലും കൈവിലങ്ങ് കഴിക്കാൻ അഭ്യർത്ഥിച്ചെങ്കിലും സുരക്ഷാ ഉദ്യോഗസ്ഥർ കേട്ടില്ല. ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകളുള്ള യാത്രയായിരുന്നു അത്. സഹാനുഭൂതിയുള്ള ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ മാത്രം നമുക്ക് പഴങ്ങൾ വാഗ്ദാനം ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ തിരിച്ചയച്ച അമേരിക്കൻ നടപടി പാർലമെന്റിൽ ചർച്ചയാക്കാൻ പ്രതിപക്ഷം നീക്കം നടത്തുന്നുണ്ട്. കോൺഗ്രസ് അംഗങ്ങൾ ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. അപമാനകരമായ നടപടിയെന്ന് എംപിമാരായ മാണിക്കും ടാഗോറും ഗൗരവ് ഗൊഗോയും വ്യക്തമാക്കി. കൈവിലങ്ങിട്ട രീതിയിലുള്ള ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ ചിത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് പവൻ ഖേര മോദി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇന്ത്യക്കാരെ വിലങ്ങ് വെച്ചാണ് കൊണ്ടുവന്നെന്ന റിപ്പോർട്ടുകൾ നേരത്തെ കേന്ദ്ര സർക്കാർ നിഷേധിച്ചിരുന്നു.